ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫയർ ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഗിലാഡിലേക്ക് സാധനം ഞാൻ ആദ്യം പറയാൻ പ്ലീസ്. നമ്മൾ ഫ്രീ ഫയർ ഗെയിം പ്ലേ ആണ്. നമ്മളിതിലും അപ്പു ഗിലാഡി എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക. സീസണാണോ ഇതെന്താ? ഇതാണല്ലേ. നമുക്ക് ലൈഫ് തീരെ കുറവാണ്. അതുകൊണ്ട് നമുക്കൊന്ന് മെഡിക്കിറ്റ് അടിക്കാം. മെഡിക്കിറ്റ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി കയറിയിട്ട് നിൽക്കുക. നമ്മൾ വണ്ടി കയറി വണ്ടി എടുത്തിട്ടുണ്ട്. മെഡിക്കിറ്റില്ല നമുക്കിനി. റീലെടുത്ത് ഇനി അവൻ്റെ മെഡിക്കറ്റ് ഉണ്ടാകുന്ന മെഡിക്കറ്റ് ഉണ്ട്. അവൻ്റെ മെഡിക്കറ്റ് ഉണ്ടായിരുന്നു. ഗ്ലൂവാൾ കിട്ടിയിട്ടുണ്ട് 4 എണ്ണം. അയ്യോ ഗൈസ്, നമ്മുടെ വണ്ടി നേരെ വണ്ടി എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഈ മെഡിക്കറ്റ് അടിക്കാം. ഇത് മെഡിക്കറ്റാണോ? വണ്ടി എടുക്കാം. നമുക്ക് ഉള്ളിലോട്ട് കയറ്റാം ഗൈസ്. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങാം. അറിയാണ്ട് ഗ്ലൂവാളിട്ട് പോയി. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ ഇനി ഇനിമില്ലെന്ന് തോന്നുന്നു ഗൈസ്. കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. മെഡിക്കറ്റ് ഉണ്ടാകുന്ന മതി. മെഡിക്കറ്റും ഗ്ലൂവാള്. വണ്ടി എടുത്ത് പോവാം. ഒരു തരത്തിലും വിടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെട്ട് പോവാം. ഇത് നോക്കണ്ട, ഒരു സെൻറ്ററും ഉണ്ട് അടുത്ത്. ഇതിൻ്റെ അപ്പുറത്തുനിന്നല്ലേ നമ്മൾ വന്നത്. ഇവിടെ മിക്കവാറും എനിമി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഗൈസ്. നമുക്കൊരു 2 കിലോ ഉള്ളൂ. അവൻ രക്ഷപ്പെട്ടു. നമുക്ക് വണ്ടി പോയി എടുക്കാം. ഇവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കറ്റ് അടിച്ചിട്ട് അവനൊന്ന് എണീച്ചടിക്കണം കേസ്. നാല് കില്ല് എടുത്തിട്ടുണ്ട് നമ്മളിതിൽ. ഇനി 8 പേരേ ഉള്ളൂ ഗൈസ്. 8 പേര്. മെഡിക്കറ്റ് അടിക്കണം. മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ട്. ഫുൾ ലൈഫ്. നമുക്ക് വണ്ടി
വണ്ടി എടുക്കുമ്പോഴേക്കും ഇവിടെ അടുത്തോടെ ശരി ഇവിടെ അടുത്തോടെ ഇനിമയുണ്ട് ഇവിടെ അടുത്ത വേഗം പോയി വണ്ടി എടുക്കാം. ഇപ്പം നമ്മൾ കോർണറിലാണ് നിൽക്കണത്. അവിടെയൊക്കെയോ പട്ടി നടക്കുന്നുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് പോകാം. ഇനിയിപ്പോൾ 7 പേരേ ഉള്ളൂ. അഞ്ച് കിലോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ. അവനെ കിട്ടുന്നില്ല. അവൻ രക്ഷപ്പെട്ടെന്ന് ഇവിടെ അടുത്ത ആരെങ്കിലുണ്ടോ? അവനെങ്ങനെ നമുക്ക് റീപ്ലേ നമുക്കത് അടുത്തെടുക്കട്ടെ. അങ്ങനെ വന്നു. നമുക്ക് പ്ലേ ഗെയിം കൊടുക്കാം. ഇനി എനിക്കിത് കളിക്കണമെന്നില്ല. നമുക്ക് ലോങ് വോൾഫ് കളിക്കാൻ നോക്കിയാലോ. ലോങ് വോൾഫ് ആകുമ്പോൾ അത്യാവശ്യം ഉണ്ട്. എനിക്ക് ലോങ് വോൾഫ് അത്യാവശ്യം ഇഷ്ടം. ലോങ് വോൾഫ് ലോഡ് ചെയ്യണം. ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡാട്ടെ. നമുക്ക് 12 എടുക്കല. ഒറ്റക്ക് കളിക്കാം. സോളോ കളിക്കാം. സോളോ ആണ് നല്ലത്. നമുക്ക് സോളോ കളിക്കാം. വീഡിയോ ലോങ് ആയോ ഗൈസ്? നമുക്ക് നിർത്തണം വെച്ച്. നമുക്ക് UMPയും MP40 എടുക്കാം. കൊത്തിപ്പിടിക്കൽ മെയിൻ ആണോ അല്ല. എനിക്ക് ഫേവറേറ്റ് MP40 ആണെങ്കിലും UMP ആണ് എടുത്തേക്കാം. UMP എടുത്തിട്ടുണ്ട് കാരണം സ്കോപ്പ് വേണം. അവൻ എവിടെ കയറുമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ കൊണ്ട് അടിക്കാൻ പറ്റിയില്ല അവനെ. അവൻ ഫസ്റ്റ് റൗണ്ട് തൂക്കി. അവൻ അടുത്ത് വരുമെങ്കിൽ നമുക്ക് MP40 മതി ഗൈസ്. വീണ്ടും അടിച്ച് എനിക്ക് കളിക്കാൻ അറിയാത്തതെന്ന് വെച്ചാൽ അവനും എന്നെപ്പോലെ ഒരു ന്യൂബാണ്. എനിക്കും കളിക്കാൻ അറിഞ്ഞൂടാ, അവനും കളിക്കാൻ അറിഞ്ഞൂടാ. സെയിം അവൻ എന്ത് കണ്ണ് എടുത്തേക്കണേ? ഏതാ ഗൈസ് എന്നെ അടിച്ചിട്ട് ഗൈസ് വീണ്ടും അടിച്ചിട്ട് എനിക്ക് ഏതൊന്നും ഒട്ടും കളിക്കാൻ അറിഞ്ഞൂടാ. മിക്കവാറും ഈ മാക്സ് അവൻ കൊണ്ടുപോകും. വെറുതെ എന്തിനാണ് കളയണം. അവനെന്തേ അങ്ങനെ തന്നെ അടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലല്ലേ ഗണ്ണ് നോക്കട്ടെ. അത്യാവശ്യം കുത്തിപ്പിടിക്കാൻ പറ്റിയ ഗണ്ണ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. മാച്ച് പോയിൻ്റ് ആയി ഗൈസ്.
നല്ല പണി കിട്ടിയിട്ടുണ്ട്. മാച്ച് പോയിൻ്റ് ആയിട്ടുണ്ട്. കുത്തിപ്പിടിക്കാൻ പറ്റിയ സെറ്റ് അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ കൈ പിടിച്ചാണ് ചെമ്പെടുക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ മാച്ച് പോയിൻ്റ് വിട്ടു കൊടുക്കാണ്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. കുത്തിപ്പിടിയാണ്, അത് വേറെ കാര്യം. അത് നമ്മൾ നോക്കണ്ട ഗൈസ്. മാച്ച് പോയിൻ്റ് തന്നെയാണ് വീണ്ടും. നമുക്ക് 1, അവന് 4. നമ്മളിനി വിട്ടു കൊടുക്കാൻ പാടില്ല. നെറ്റ് പോയാ അവൻ്റെ അതവൻ കളിയിൽ നമുക്കറിയാം. ഗൈസ് അടിച്ച് ഗൈസ്, അവൻ പോയി അടിച്ച് ഞാൻ തോറ്റു. നമുക്ക് ഡിഫീറ്റായി. നമുക്കൊന്നും കൂടി കളിച്ച് നോക്കാം. ഒന്നുകൂടി കളിക്കാൻ നമ്മൾ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. പോയി ഗൈസ്. കളി തുടങ്ങി വാശിയേറിയ കളി തുടങ്ങി. നമ്മുടെ കയ്യിൽ തന്നെ കണ്ണ്. നമ്മൾ അത്യാവശ്യം ഗണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവനെ കണ്ടു കഴിഞ്ഞാൽ അടിക്കണം. അവനെന്ത് ചെയ്യാം? പിന്നെ എത്ര പ്രാവശ്യം ഗ്ലൂ വാളിടും? എൻ്റെ ഗ്ലൂ വാൾ തീരുമല്ലോ, അപ്പോൾ കൊടുക്കാം ഗൈസ്. ഇല്ല, ഇവനെ കാണാനില്ലല്ലോ. എവിടെയാ? വെറുതെ മനത്തോട്ട് ഇട്ടേക്കാം. ഇങ്ങോട്ട് വരുമോ നോക്കാം. ഗൈസ് ഇവനെ കാണാൻ ഇവനെവിടെയാ? അവനടിച്ച് ഉണ്ട്. സർട്ടികൾ കൊണ്ട് കളിച്ചോണ്ടെന്ന് വെച്ചാൽ നമുക്കത് നല്ലതായി. നമുക്ക് അവനെ അടിക്കാൻ പറ്റി. ചാടിയിട്ടുണ്ട് അങ്ങോട്ട്. അവനടിച്ച ശേഷം എൻ്റെ ലൈഫ് നോക്കി HP 3. എന്നിട്ട് ഞാൻ അവനെ അടിച്ച്. അതാണ് അവൻ എനിക്ക് നല്ല ഡാമേജ് തന്നു. എന്നിട്ട് ഞാൻ അവനെ അടിച്ച്. അതെന്തായാലും എന്നെക്കാട്ടും ന്യൂബാണ്, ന്യൂബ്. SVD എടുത്തിട്ടുണ്ട്. ഇനി ഞാനായിരിക്കും ന്യൂബ്, ന്യൂബ്. കാരണം എനിക്ക് SVD കളിക്കാനേ ഇഷ്ടമല്ല. അവനടിച്ച് കുറേ കുത്തിപ്പിടിച്ചിട്ടാണ്. നമുക്ക് 3 അവന് 0. ഇതും നമുക്ക് പിടിക്കണം. അവന് കൊടുക്കരുത്. ഇതെങ്കിലും നമുക്ക് ബൂയി അടിക്കേണ്ടതാണ്. അവനെന്ത് കാണാനില്ല. അവൻ എന്നെ അടിച്ച്. എന്തായാലും അവൻ അടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കണ്ണ് ശ്രദ്ധിക്കുന്നുണ്ട്.
UMBയും ഒരു AWയുമാണ്. ഇനി AWത്തിന് കളിക്കാം. പക്ഷേ എനിക്ക് UMB ആണ് പേഴ്സണലി ഇഷ്ടം. AWത്തിന് എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഗൈസ്. ബിക്കോസ് ഐ എം എ noob. ഗൈസ് അവൻ ഇങ്ങോട്ട് വരാൻ കാത്ത് വെക്കുവാണെങ്കിൽ അവൻ്റെ അവൻ എന്നെ അടിച്ചു. അവൻ തിരിച്ച് കമ്പാക്ക് അടിച്ച് കയറുന്നുണ്ട്. എന്തായാലും ഞാൻ noob-ആണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ noob-ആണ്. അതുകൊണ്ടാണ് അവന് noob-ആണ്. എന്നാലും എനിക്ക് അവൻ്റെ അത്രയും കളിക്കാൻ അറിഞ്ഞൂടാ. അത്രേ ഉള്ളൂ. ആഹാ നല്ല രസമുണ്ട്. ചാടി താഴെ വീണു. ഇവന് ഈ ഗ്ലൂ വാൾ ഇടക്കിടക്ക് ഇടുന്നുണ്ട്. ഒരു നാണമില്ലേ ഗ്ലൂ വാളിട്ട് കളിക്കുന്ന. അവനുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ എന്നെ അടിച്ച്. ഞാൻ അവിടെ മെഡിക്കിറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുവാൻ. മെഡിക്കിറ്റ് അടിച്ചുകൊണ്ട് വന്നപ്പോൾ അടിച്ചു അവനെ. ഇനി ഒന്നുമില്ല വയസ്സ്. കുത്തിപ്പടി ഓൺലി വിട്ടു കൊടുത്തിട്ടാണ്. നേരത്തെ കുത്തിപ്പടി തന്നെയാണ്. ഇവൻ എന്ത് കണ്ണ് എടുക്കുമെന്ന് നോക്കട്ടെ. ഡെസേർട്ടുകൾ ഓൺലി ആയിരിക്കും. മിക്കവാറും അവൻ ഡെസേർട്ടുകൾ മാത്രമായിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ വയസ്സ്. അവൻ എന്തായാലും പ്ലെയിൻ്റെ മുകളിൽ കയറില്ല. അവനെന്നെ അടിച്ച്. അവൻ ഞാൻ കളിക്കാൻ ഞങ്ങളുടെ ഒട്ടും അറിഞ്ഞൂടായി. മാച്ച് പോയിൻ്റോ വിട്ടു കൊടുക്കരുതല്ലോ. പിടിക്കണം ഗൈസ്. എന്നിട്ട് അടുത്ത കണ്ണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഗൈസ് 2 മാച്ച് അടുപ്പിച്ച് തോക്കണമെന്ന് പറയുമ്പോൾ 2 മാച്ചാണ് അടുപ്പിച്ച് തോറ്റത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 2 മാച്ച്. വീഡിയോ ലോങ് ആയോ? നമുക്ക് വീഡിയോ നിർത്തണം ഗൈസ്. ഇതൊക്കെ എന്താ? നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. നമുക്ക് ഒരു പ്രാവശ്യം കൂടി കളിച്ചിട്ട് ഈ ഗെയിം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തും ഗൈസ്. ഇതെന്താ? നമുക്ക് എക്സംബിയും ഇതെടുക്കാം. ഇയാൾ 3 കിട്ടുള്ളൂ. അതെനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി. 3 ബ്ലൂ ഞങ്ങളെപ്പോലുള്ള ന്യൂബുകൾക്ക് ബ്ലൂ വാളും കുത്തിപ്പിടിക്കാനും ഗണ്ണ് വേണം. അല്ല കുത്തിപ്പിടിക്കാൻ ഗണ്ണ്. അവൻ എന്നെ അടിച്ചു. അവന് സന്തോഷമായി. ഞാനെനിക്ക് വിഷമമായി. 5 അവൻ വീണ്ടും എന്നെ അടിച്ചു. എനിക്ക് അവന് സന്തോഷമായി. അവൻ ഈ ബോയ് കൊണ്ടുപോകും. അവൻ ഈ മാച്ച് കൊണ്ടുപോകും. ഉറപ്പിച്ചോ? അവൻ ഈ മാച്ച് കൊണ്ടുപോയി. ഡെസർട്ടിക്കൽ എടാ ഇവൻ കുത്തിപ്പിടിക്കാൻ കാണില്ലല്ലോ. ശരിയാണ്. അവൻ്റെ നെറ്റ് പോയി. അവൻ അനങ്ങാണ്ട് വെപ്പുണ്ടായിരുന്നു.
നമ്മൾ വേറെ എടുത്തു. നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മളങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഈ ഡ്രോണിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡ്രോൺ എന്തിനാ? അവനെന്നെ അടിച്ചു. അവനങ്ങനെ അടുത്ത റൗണ്ട് കൊണ്ടുപോയി. നമുക്ക് നമ്മുടെ ഗണ്ണ് സെലക്ട് ചെയ്യണം നമ്മളല്ലേ. എന്ത് കഷ്ടമാണ്. നമ്മളിപ്പോൾ അടുപ്പിച്ച് മൂന്നാമത്തെ റൗണ്ടാണ്, മൂന്നാമത്തെ മാച്ചാണ് തോക്കാൻ പോണത്. എന്താണ് ഈ വീഡിയോ ഇവിടെ കുറച്ച് നിർത്തണമെങ്കിൽ ഒരു ബൂയ ഞാൻ അടിച്ചു കഴിഞ്ഞ് ഞാൻ നിർത്താം ഗൈസ്. നമുക്ക് നൈഫ് ഭയങ്കര ആറാണ്. ഒരടി കൊണ്ടുപോകാൻ തന്നെ തീരും. കുത്തിപ്പിടി. ഞാൻ പറഞ്ഞു വിചാരിച്ച്. അപ്പോൾ എന്ത് കഷ്ടമാണത്. നമ്മളങ്ങനെ ഈ മാച്ച് തോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തും. അല്ലെങ്കിൽ ഈ മാച്ചും കൂടി പോയി നാണം കിടന്ന കേസ്. എന്തായാലും അതിനാൽ ലീഡ് നമുക്ക് നിർത്താം കേസ്. ബൈ.